ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇതൊരു മോർണിംഗ് വ്ളോഗാണ്. അതുകൊണ്ട് തന്നെ ഗുഡ് മോർണിംഗ് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ അമ്മയുടെ വീടാണ്. നിങ്ങൾ ഇത്ര നാളും കണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും എൻ്റെ സ്വന്തം വീടൊക്കെ ആയിരിക്കും. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ വീട് അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചെന്ന്. അവിടുത്തെ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ കാണിക്കുന്നത്. ഇവിടെ വന്നാൽ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ ഉടനെ പോകുന്ന ആദ്യത്തെ സ്ഥലം പൂജാമുറിയായിരിക്കും. അവിടെ നിന്ന് തൊഴുതിന് ശേഷം മാത്രമേ ഞങ്ങൾ അടുത്ത ഒരു പരിപാടിയിലേക്ക് ഇറങ്ങാറുള്ളൂ. അടിപൊളി മരങ്ങളും കുറേ സ്ഥലങ്ങളും ഒക്കെയുള്ള നല്ല പച്ചപ്പും ഹരിതാപം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലമാണിത്. ഇതാണ് എൻ്റെ അമ്മ. ഇവിടുത്തെ ദിനചര്യയിൽ ആദ്യത്തെയാണ് ചായ കുടി എന്ന് പറഞ്ഞത്. ഒരു ചായ എല്ലാവർക്കും മസ്റ്റാണ്. ഞാൻ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചൊക്കെ കുറച്ച് സമയം നിന്നു. ഇതൊക്കെ അച്ചച്ചനും അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയ പൂന്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പൂന്തോട്ടങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാവരും തന്നെ ഉണ്ടാക്കിയാണ്. തുമ്മിമോൾ എഴുന്നേക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് പോയി നോക്കിയപ്പോൾ എന്നെ പറ്റിച്ച് വീണ്ടും കിടന്നുറങ്ങി. ഇവിടെ ഈ അടുപ്പ് എല്ലാ സമയവും കത്തിക്കൊണ്ടിരിക്കും. എല്ലാ സമയം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറൊന്നുമല്ല, എന്നാലും ഉണ്ടായിരിക്കും. എപ്പോഴും ചൂടുവെള്ളമോ എന്തെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഉരുളിയിൽ പോർന്നതെന്ന് പറയും ഞങ്ങൾ. പച്ചരി, തേങ്ങ, ഉള്ളി, കറിവേപ്പില, ജീരകം, ഇതൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോഴേക്ക് തുമ്പിമോൾ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള സ്വഭാവമാണ് എഴുന്നേൽക്കുമ്പോഴേക്ക് ആരെങ്കിലും ഒരാളെ കാണണം, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടായിരിക്കും അന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ. ആരെങ്കിലും കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, കാണാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. 8 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. മെല്ലെ മെല്ലെ ശരിയാവുമായിരിക്കും. ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വരികയൊക്കെ ചെയ്യട്ടോ. താഴെ വീഴുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിലത്ത് കിടക്കുന്നത്. മുട്ടിലെഴാനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും പോകാൻ തുടങ്ങി. പിടിച്ച് നിൽക്കുന്നുമുണ്ട്, പിടിച്ച് നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ഡ്യൂട്ടി ആയിട്ടുണ്ട് എനിക്ക്. എഴുന്നേറ്റ ഉടനെ കുറച്ച് നേരം എൻ്റെ കയ്യിലിങ്ങനെ ഇരിക്കും. ഞാൻ ഈ ഫോണും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അമ്മ രാവിലെ തന്നെ തുടങ്ങിയ രീതിയിലാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അപ്പത്തിനൊരു ചമ്മന്തി അരക്കണം. എനിക്കാണെങ്കിൽ അപ്പത്തിനൊരു എരിവില്ലാതെ ഒരു സാധനം ഇറങ്ങൂല. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ അമ്മമ്മയാണ് കേട്ടോ. മോളെ രാവിലെ തന്നെ എടുത്തുകൊണ്ട് വന്നാൽ രാവിലത്തെ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ട് അമ്മമ്മയും കുറച്ച് നേരം എടുത്തിട്ടിരിക്കും. ഇത് അച്ചച്ചൻ. അച്ചച്ചൻ ഈ പ്രായത്തിലും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ അച്ചച്ചന് അറിയില്ല. അമ്മമ്മ അതുപോലെ തന്നെ. രണ്ടുപേരും നല്ല പ്രായമായ ആൾക്കാരാണ്. ഗസ് ചെയ്യാൻ പറ്റുമോ അച്ചച്ചന് എത്ര വയസ്സായിരുന്നുള്ളത്? ഇവിടെ ഞങ്ങളാണെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കുന്നത് കുറവാണ്. ഉപയോഗിക്കില്ല എന്നല്ല, കുറവാണ്. ഞങ്ങൾ കാന്താരി മുളകായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് ചമ്മന്തിയിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഉള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്. അപ്പോഴേക്ക് നമ്മൾ അപ്പമൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ലാസ്റ്റ് ഇങ്ങനെയാണ് ഈ അപ്പം കിട്ടുക. അതിൻ്റെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞും നടുഭാഗത്ത് നല്ല കുറച്ച് കട്ടിയിലൊക്കെയുള്ള ഒരു അപ്പമാണിത്. തുമ്മിമോൾ രാവിലെ തന്നെ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇതുപോലെ ഇരുന്ന് കളിക്കും. പിന്നെ ആണെങ്കിൽ ആൾ വേണം, ആരെങ്കിലും എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ വേണം. അതിനിടയിൽ എൻ്റെ ചമ്മന്തി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോൾക്ക് ആദ്യമായിട്ടാണ് നിന്ന് ഇതേപോലെ പ്ലേറ്റിലിട്ട് കൊടുക്കുന്നത്. കഴിക്കുന്നുണ്ടോ ഇല്ല അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുറുക്ക് അങ്ങനത്തെയൊക്കെയാണ് കൊടുത്തുകൊണ്ടായത്. അപ്പം ഒന്നും അങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ ആൾ കഴിക്കുന്നൊക്കെയുണ്ട്. കിട്ടുന്നൊന്നുമില്ല. എടുക്കുന്നതിന് 3/4 ഭാഗവും താഴെയാണ് പോകുന്നത്. എന്നാലും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. മഴക്കാലമായാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് കൂൺ. ഞങ്ങളിതിനെ കുമ്മിലെന്ന് പറയും. ഞങ്ങൾ തേങ്ങയൊക്കെ ഇട്ട് ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയെടുക്കും.
ഇതാണ് ഈ അപ്പത്തിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ലാസ്റ്റ് കിട്ടുക. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു എരിവുള്ള കറി ഉണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുന്നൊക്കെ കാണാം, എനിക്കങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു തട്ടിക്കൂട്ടി ചമ്മന്തി ഉണ്ടാക്കിയത്. ഇതാണ് ഞങ്ങളിവിടുത്തെ ജാക്കി. ഞാൻ വെറുതെ ഒന്ന് പല്ല് തേക്കാനൊക്കെ വയ്ക്കങ്ങ് പോയതാണ്. ഞാൻ പോകാറൊന്നുമില്ല. എനിക്ക് പട്ടികളെയൊന്നും ഇഷ്ടമല്ല എന്നല്ല, ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ കൂട്ടിലായതുകൊണ്ട് പോയി നോക്കിയെന്ന് മാത്രം. ഇതാണ് ഞങ്ങളുടെ അമ്മ വീട്. തുമ്പിമോൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ദിനചര്യയിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായടിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കും, പിന്നെയും കളിക്കും. ചിലപ്പോൾ ഒന്ന് ഉറങ്ങിയ ശേഷമായിരിക്കും ഒരു കുളിയൊക്കെ കഴിയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബായ്.